എന്നുള്ളതാണ്. ഇനി വ്യായാമം, ഞാൻ പറഞ്ഞു നമ്മൾ തറവാട്ടിൽ വെല്ലിയാപ്പിച്ചയാണെങ്കിലും വെല്ലുമ്മച്ചയാണെങ്കിലും നമ്മൾ ആപ്പാടും കണ്ടിയിൽ നിന്ന് കുന്നുമലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇന്ന് ബൈക്കോ കാറോ അല്ലാതെ ആരോ പോവോ? അന്ന് നടന്നാ പോയത്. എനിക്ക് ഓർമ്മയുണ്ട്, ചോയ്മടുത്തുനിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കാട്ടിൻ്റെ കൂടെ തോടും പുഴയിലൊക്കെ കാണി നടന്നു വന്ന് അവസാനം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തൊക്കെ പോകുന്നുണ്ടാകും. വ്യായാമം അന്ന് നമുക്ക് വ്യായാമത്തിന് ഇങ്ങനെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വ്യായാമം എന്റെ ബാഗിൽ എപ്പോഴും വ്യായാമം ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു വള്ളി എപ്പോഴും കരുതും. ഇങ്ങനൊരു വള്ളി. ഓക്കെ, ഈ വള്ളി എന്തിനാ ഞാൻ കരുതുന്നറിയോ? ഇങ്ങനെ സെറ്റ് പിടിച്ച് നടക്കാനല്ല. എല്ലാവരും സെത്തും ഉണ്ടാവുകയാണ്. ഈ വള്ളിയോട് ഒരുപാട് എക്സസൈസ് ചെയ്യാം. ഞാൻ കുറച്ച് കാണിച്ചു തരുന്നേ. ഈ ഒരു വള്ളി ഈ വള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരുപാട് വ്യായാമം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വള്ളി വ്യായാമത്തിന് നമ്മൾ ഭയങ്കര പ്രാധാന്യം. ജിമ്മിൽ തന്നെ പോകണമെന്നില്ല. കുഞ്ഞുമോൻ, സാധിക്കുമോൻ, നിങ്ങളൊക്കെ ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. അതിന് വേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഗൾഫുകാരൊക്കെ പ്രത്യേകിച്ചിട്ടാ ചെയ്തു നോക്കണം. ഗൾഫുകാർക്കൊക്കെ വേണ്ടത് ഇങ്ങനത്തെ ഒരു റെസിസ്റ്റന്റ് ട്യൂബ് എന്ന് അറിയും. ഈ ഒരു ട്യൂബിന് 30-40 കിലോ വരെ ഭാരം തൂക്കുന്ന എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ വ്യായാമത്തിന് സെലിബ്രേഷൻ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രശ്നമല്ല. അതിനൊരുപാട് വഴികളുണ്ട്. ഇപ്പൊ അടുക്കളയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, അടുക്കളയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോ ചായ കാച്ചാനിരിക്കല്ലോ, അവിടെ പോയിട്ട് ജമ്പിങ് ടാക്സ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വ്യായാമം കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരുപാട് തോട്ടങ്ങൾ നട്ടു നിർത്താം അല്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വ്യായാമത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ അധികം ഉണ്ടാവില്ല അല്ലേ? പിന്നെ കുട്ടികൾ കളിച്ച് നടക്കുന്നുണ്ട്. ഈ കുട്ടികളൊപ്പം നമ്മൾ കളിക്കുകയാണ് വേണ്ടത് അല്ലേ? പണ്ട് നമ്മുടെ ആനയും മക്കളൊക്കെ കയറ്റി കളിക്കില്ലായിരുന്നു കുട്ടികളെ കൂടെ. അതുപോലെ ഇത് നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമ്മളെന്താവും, നമ്മൾ കുട്ടികളോട് എന്ത് പറയും? മോളെ കളിക്കേണ്ടെന്ന് പറയും. നമ്മൾ അവരോടൊപ്പം കളിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഫാമിലി ലൈഫ് ഉണ്ടായി അല്ലേ? പിന്നെ ഓക്കെ, അപ്പൊ എക്സസൈസ് നമ്മൾ എപ്പോഴും കൂടെ കരുതാം. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, ഇത് മൊബൈലിൽ കൂടെ ഇല്ലാതെ നടക്കാൻ പറ്റില്ല. കണ്ണ് വരണ്ടു പോകുന്ന അവസ്ഥ. രാവിലെ കൂടെ എഴുന്നേറ്റാൽ കണ്ണിൽ ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയുള്ള ആൾക്കാരായിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? മിക്കവാറും കുട്ടികൾക്കുള്ള പ്രശ്നമാണ് കണ്ണിൽ കഴിഞ്ഞാൽ അവർക്ക് ക്ലാരിറ്റി കിട്ടില്ല എന്നുള്ളത്. എന്താ സംഭവിക്കുന്നത്? കണ്ണുനീർ വരണ്ടു പോവുകയാണ്. അപ്പൊ എന്താണ് ചെയ്യുന്നത്? അത് ലൂബ്രിക്കേഷൻ ഇല്ലാതെ പോവുകയാണ്. അപ്പൊ അതിന് നല്ലോണം ജലാംശം കിട്ടുന്ന ശീലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി നമ്മൾ ഏറ്റവും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ജലാംശം നന്നായിട്ട് കഴിക്കണം എന്നുള്ളത്. വെള്ളം നന്നായിട്ട് കഴിക്കാൻ. പിന്നെ പ്രമേഹത്തിന് പറ്റിയ സംഭവമാണ് ജലാറ്റിൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ബേക്കറിയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ജലാറ്റിൻ അല്ലേ? അത് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികളുടെ മനോഹരമായ പാട്ടിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് കൂടുതൽ ക്ലാസ് പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി നോക്കരുത്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ഫാറ്റ് ലിവറൊക്കെ ഇല്ലാത്ത ആൾക്കാരുന്നില്ല. ഇന്ന് എന്നെ രാവിലെ വന്നിട്ട് ഒരാൾ പറഞ്ഞു എനിക്ക് ഫാറ്റ് ലിവർ ഉണ്ട്, എന്താ പ്രശ്നം? നമ്മുടെ ശരീരത്തിൽ തടിയുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടാവും. നമ്മുടെ
ശരീരത്തിന് തടിയുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, ഞാൻ തടിയൊന്നും ഇല്ലല്ലോ, ഞാൻ വളരെ മെലിഞ്ഞ ആളാണല്ലോ, പിന്നെ എനിക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ വന്നു, അറ്റാക്ക് വന്നു. വളരെ അപകടകരമായ അവസ്ഥ എന്താണെന്ന് വിസറൽ ഫാറ്റ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ കഴിഞ്ഞുകൊള്ളുന്ന കുഴപ്പം, മനസ്സിലായില്ലേ? വളരെ അപകടമാണ്. അതാണ് പിന്നീട് നമ്മുടെ രക്തപ്പോയിന്റ് ബ്ലോക്ക് ഉണ്ടായിട്ട് അറ്റാക്കും മറ്റുമായിട്ട് മാറുന്നത്, മനസ്സിലായില്ലേ? അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വിസറൽ ഫാറ്റ് മെലിഞ്ഞ ആൾക്കാരിൽ പോലും ഹൃദയാഘാതം, നിർബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം നിർബന്ധമായി ശ്രദ്ധിക്കാം, വ്യായാമം ശ്രദ്ധിക്കാം. എന്നാൽ പിന്നീട് നമ്മൾ ഉറക്കം വളരെ മസ്റ്റാണ്. ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും പാടില്ല. ഉറക്കം നിർബന്ധമായിട്ട് കിട്ടിയിരിക്കണം. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം നമുക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, ഇനി ഞാൻ അവസാനിപ്പിക്കുന്നില്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഒന്ന് മൂവ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഈ മൂവ്മെന്റിനോട് കൂടി വെരി ഗുഡ്. ഈ മൂവ്മെന്റ് ആണ് നമുക്ക് ആവശ്യം, അല്ലേ? വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ കുറച്ച് ഡാൻസ് ചെയ്തോളൂ, നല്ലതാണ്, ശരീരമാണ്. ഇനി എന്തെങ്കിലും ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അതിൽ കൂടെ ശരീരത്തെ ചലിപ്പിക്കുക. ഈ ചലനം പിന്നെ ഭക്ഷണത്തിനുള്ള നോ പറയാനുള്ള ശക്തി. നിങ്ങൾ രാത്രിയുടെ അവസാന ഭക്ഷണം ഒരു 6-ന്റെയും 7-ന്റെയും ഇടയിൽ കഴിക്കാൻ നോക്കുക, മനസ്സിലായില്ലേ? അധികം വൈകിച്ചു കഴിഞ്ഞാൽ അതിന് ജീവിതശൈലി പരിവർത്തനം ചെയ്യും, അല്ലേ? ഓക്കെ, അപ്പം ശരീരത്തെ ചലിപ്പിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.